അപ്പോൾ നമ്മൾ പാവക്ക തീയലിനായിട്ട് നമ്മൾ 2 പാവക്ക നന്നായിട്ട് അരിഞ്ഞിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചുവന്നുള്ളി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്, 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരിയണത് ഇതുപോലെ അധികം നൈസാകാതെയും എന്നാൽ നല്ല തിക്കായിട്ടും അല്ല അരിഞ്ഞേക്കണം. അപ്പം നമ്മൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പം ഇതുപോലെ അരിഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട്. 2 വലിയ പാവക്കയാണ് തീയൽ വെക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക്. നമ്മൾ പാവക്ക തീയലിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാവക്ക ഈ എണ്ണയിൽ കിടന്ന് വേണം നന്നായിട്ട് വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്ക, ചുവന്നുള്ളി, പച്ചമുളക് ഇവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പാവക്ക നന്നായിട്ട് എണ്ണയിൽ കിടന്ന് വഴന്ന് വരണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് പാവക്ക തീയലാക്കി എടുക്കുന്നത്. നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാവക്ക ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് വേണം ബാക്കിയുള്ള ഭാഗം വേകാൻ വേണ്ടിയിട്ട്. അപ്പം എണ്ണയിൽ 1/4 വഴന്നാൽ മതിയാവും. അപ്പം ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വേകുമ്പോഴാണ് ആ കയ്പ്പൊക്കെ ഒന്ന് പോയി പാവയ്ക്ക് നല്ലൊരു കുറുകിയ ചാറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം കഞ്ഞിവെള്ളത്തിൽ ഇത് വേകുന്നത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് തീയലിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് എന്തായാലും നന്നായിട്ട് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം കഞ്ഞിവെള്ളം തന്നെ നമ്മൾ ഇതിന് വേണ്ടി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം മതിയാവും. ഇത് നമ്മൾ ഈ പുളി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ പുളി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന പുളി കഷ്ണങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ഈ പുളിവെള്ളമാണ്, ഈ കുറുകിയ ചാറാണ് നമ്മൾ തീയലിൽ ചേർക്കുന്നത്. അപ്പം ഇത് നമുക്ക് അരപ്പിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ തീയലിലേക്ക് ചേർക്കുന്നത്. ഇത് തേങ്ങ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതിന് വലിയ എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണ്. അപ്പോൾ അതിന് കുറച്ചേറെ എരിവുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു 1/4 സ്പൂൺ മതിയാവും. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് നന്നായിട്ട് അരച്ച് മസാലകളും ഒക്കെ അരച്ചെടുത്തിരിക്കുന്നത്. ഇതിന് എണ്ണയിലൊന്ന് വഴറ്റി തീയലിൻ്റെ അരപ്പാക്കി എടുക്കണം. ഏകദേശം ഒരു സ്പൂൺ എണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് എണ്ണക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോഴാണ് അരപ്പ് നല്ല ടേസ്റ്റായിട്ട് വരും. നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും 1 സ്പൂൺ കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പാവക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇത് അരപ്പും ഇനി പാവക്കയും കൂടി ഇനി കുറച്ചുകൂടി നേരം ഇരുന്ന് ഒരു 1/4 വേവേ പാവക്ക ആയിട്ടുള്ളൂ. ഇനിയിപ്പം ഈ അരപ്പിനകത്ത് കിടന്ന്
ഒരു 1/4 പാകം വേവുകൾ കൂടി വേണം, എങ്കിലും നമ്മുടെ തീയലിന് സ്വാദം ഉണ്ടാവുള്ളൂ. നമ്മുടെ പാവക്കായിൽ നല്ലോണം അരപ്പ് പിടിക്കാനുണ്ട്. അപ്പം നമ്മൾ നന്നായിട്ടൊരു കുറുകിയ ചാറായിട്ട് ഉണ്ട്. ഇനി ഇപ്പം കുറച്ചുകൂടി നമുക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കണം. കഞ്ഞിവെള്ളം കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഇത് തിളക്കും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം 5 മിനിറ്റ് വേവിക്കാം. ഉപ്പ് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് മാത്രമാണ് മുമ്പ് ചേർത്തത്. വീണ്ടും 1 സ്പൂൺ കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച പുളി ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ പുളി ഇതിന് കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നമ്മൾ പുളി നമ്മുടെ പാകത്തിനായിരിക്കും ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി പുളി കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുന്നു. ശർക്കര പൊടിച്ചത് 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പാവക്ക തീയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കൺ അമർത്തിയാൽ ഞങ്ങൾ ഇടുന്ന അപ്ലോഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ എല്ലാവരുടെയും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.